വാട്സപ്പിൽ ആരെങ്കിലും നമുക്കൊരു മെസ്സേജ് അയച്ച് ഉടനെ തന്നെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ മൊബൈലിൽ നിന്നും കണ്ടുപിടിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് മൊബൈലിന്റെ അകത്ത് തന്നെ ഉള്ള ഒരു സെറ്റിംഗ്സ് ആണ്. എന്നാൽ പല ആളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള ആ ഒരു സെറ്റിംഗ്സ് ഇല്ല എന്ന് കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോയിലൂടെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ആര് എന്ത് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ ശരി, വോയിസ് മെസ്സേജ് ആണെങ്കിൽ ശരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. പരസ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പോവുക. പെർമിഷൻ കാണുമ്പോൾ നിങ്ങൾ ഇവിടെ അലോ പെർമിഷൻ കൊടുക്കുക. ഓക്കെ, വീണ്ടും അലോ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെയും ഒരു പെർമിഷൻ ഉണ്ട്, അത് അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഫോൾഡർ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ യൂസ് ദിസ് ഫോൾഡർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ വീണ്ടും നെക്സ്റ്റ് പോവുക. ഇവിടെ വീണ്ടും ഏറോ മാർക്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഏറോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗോ ടു സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആപ്ലിക്കേഷൻ താഴെ കാണാൻ സാധിക്കും, അത് ഓഫിലാണുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. വാട്സപ്പ് മാത്രമാണ് ഓണിലുള്ളത്. നമുക്ക് ഇതൊക്കെ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്നൊക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മെസ്സേജുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും ഇതിലേക്ക് മെസ്സേജ് അയക്കാണ്. ഓക്കെ, ഇതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു മൊബൈലിൽ നിന്നും ഒരു ഹായ് വിടുകയാണ് എൻ്റെ വാട്സാപ്പിലേക്ക്. ഓക്കെ, സെൻഡ് ചെയ്തു. ഉടനെ തന്നെ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു, ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുകയാണ്. ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്കൊരു വോയിസ് വിടുകയാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് നേരം ഞാനിപ്പോൾ വോയിസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും ഞാൻ സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്തു, അത് സെൻഡ് ആയിട്ടുണ്ട്. ഉടനെ തന്നെ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു, ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു. ഇപ്പോൾ രണ്ടും ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഈ മൊബൈലിൽ നോക്കാം. ഇതിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിമിഷങ്ങൾ കൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്ന വാട്സപ്പാണ് എൻ്റേത്. ഓക്കെ, ഈ ഒരു ഐ ഡി ആണ്. ഈ ഒരു ഐ ഡിയിൽ നിങ്ങൾ കാണാൻ സാധിക്കും മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് കാണുന്നത് നോക്കാം. പരസ്യങ്ങൾ ഇതുപോലെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഐ ഡി പ്രൊഫൈൽ ഐക്കണും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വോയിസും ഹായും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വോയിസ് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ വോയിസിൻ്റെ ഒരു ടാബ് ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ ഒരു വോയിസ് വന്നിട്ടുണ്ട്. അതിന് പുറമെ വേറെയും വോയിസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഡിലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ഇവിടുന്ന് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഒരുപാട് തവണ ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തത്. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. കാരണം സക്സസ്ഫുൾ ആയ ആളുകൾ ഒരിക്കലും തന്നെ കമൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ശരിക്കും വർക്കാകാത്ത, അല്ലെങ്കിൽ സെറ്റിങ്സുകളൊന്നും കൃത്യമായിട്ട് ചെയ്യാതെ ഇത് വർക്കാകുന്നില്ല എന്ന് പറയുന്ന ആളുടെ കമൻ്റ് ആയിരിക്കും കൂടുതലും വരിക. കാരണം നിങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ഈ പേരിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ യൂട്യൂബിലും ഇതേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ചാനലിൽ തന്നെ യൂട്യൂബ് വീഡിയോവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ ആര് നമുക്ക് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും വോയിസ് മെസ്സേജ് ആണെങ്കിലും. പക്ഷേ വീഡിയോസോ ഫോട്ടോസോ ഇതുപോലെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്ത് അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോസ് ആണ്, വീഡിയോസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നല്ലാതെ അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.